പൊട്ടിച്ചുളിഞ്ഞ നിന്റെ ഉമ്മയുടെ കവിൾ തടത്തിലൂടെ ഊർന്നിറങ്ങിയ ആ കണ്ണുനീരിന്റെ ഉപ്പ് ഒരു പക്ഷേ നിന്റെ ഹൃദയത്തെ മാറ്റുകയില്ലായിരിക്കാം. പക്ഷേ ആ കണ്ണുനീരെങ്ങാനും കടലിലുറ്റി വീണാൽ, ആ കണ്ണുനീരെങ്ങാനും ആ കണ്ണുനീരിന്റെ ശക്തി എങ്ങാനും ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു നാടിനെ മുഴുവനും കരിച്ചു കളയാനുള്ള പവർ ഉണ്ടതിന്. ഒരു നാടിനെ മുഴുവനും കരിച്ചോ കത്തി ചാമ്പലാക്കാനുള്ള ശക്തിയുണ്ട് ആ മാതാവിന്റെ ഒരു തുള്ളി കണ്ണുനീരിന്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ആ മാതാവിന്റെ ഒരു തുള്ളി കണ്ണുനീരെന്ന് പറയുന്നത് ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ തമ്പുരാനായ, അഖിലാണ്ഡ മണ്ഡലത്തിന്റെ നാഥനായ, സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന അള്ളാഹുവിന്റെ അതൃപ്തിയുടെ വലിയ കേദാരമാണ് ആ ഒരു തുള്ളി കണ്ണുനീര്. ആ കണ്ണുനീര് വീഴാൻ നീ കാരണക്കാരനായാൽ, എത്ര പാലിയേറ്റീവ് കെയറിലും നീ പ്രവർത്തിച്ചിട്ട് കാര്യമില്ലടാ. ഇല്ല. എത്ര വലിയ സാമൂഹ്യ പ്രവർത്തകനായിട്ടും, എത്ര വലിയ രാഷ്ട്രീയ പ്രവർത്തകനായിട്ടും, എത്ര വലിയ സ്റ്റേജുകളിൽ കയറി നിതാന്തമായി പരിശ്രമിച്ച് പ്രസംഗിച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് ഹിദായത്ത് നൽകിയാലും ആ ഉമ്മാന്റെ കവിൾ തടത്തിലൂടെ ഊർന്നിറങ്ങിയ ഒരു തുള്ളി കണ്ണുനീരിന്റെ കറ നിന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ മായില്ല. മായ്ക്കാൻ നിനക്ക് സാധ്യമല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനപരമായ ഏറ്റവും വലിയ സന്ദേശം അതെന്താണെന്നറിയോ? മാതാ, പിതാ, ഗുരു, ദൈവ. മാതാ ആദ്യം പറഞ്ഞത് മാതാ, ഉമ്മാനെ സ്നേഹിക്കുക, ഉമ്മാനെ അനുസരിക്കുക. എനിക്ക് സംസാരിക്കാനുള്ളത് യുവാക്കളോടാണ്. അല്ലേ? രാത്രി 10 മണിയും 10:30യും കഴിഞ്ഞ് വീട്ടിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോ നിങ്ങളെയും കാത്ത് ഭക്ഷണത്തിന്റെ പാത്രം മേശയിൽ പൊത്തി നിങ്ങളെയും കാത്ത് താടിക്ക് കൈ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മ, ഏടെയാടാ നീ ഇത്രയും നേരം പോയെന്ന് ചോദിക്കുമ്പോ നിങ്ങൾക്കെന്താ അറിഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞ് 2 തെറി പറയാതെ, ഉമ്മ ഇനി ഞാൻ ആവർത്തിക്കില്ല ഉമ്മ, ഇതുവരെ ചെയ്തു പോയതിൽ മാപ്പുമ എന്ന് പറയാനുള്ള തന്റെ ഇടം നിനക്കുണ്ടോ? ഉണ്ടോ? കൈവന്തിക്ക് സഹോദരങ്ങളെ, ആണ് സത്യസന്ധമായി ഉണ്ടോ? ഉമ്മയുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന് ഉമ്മ ഇതുവരെ ചെയ്തു പോയത് തെറ്റുമ്മ, മാപ്പ് നൽകണം എന്ന് പറയാൻ ഹൃദയം സമ്മതിക്കുന്ന, സത്യസന്ധമായി പറയണം, ഹൃദയം സമ്മതിക്കുന്ന എത്ര പേരുണ്ട് ഈ കൂട്ടത്തില്? കൈബന്ധിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? മനസ്സാക്ഷി സമ്മതിക്കില്ല. ഇല്ല, കൈപൊക്കില്ല നിങ്ങൾ. എനിക്കറിയാം. കാരണം ഒരുപാട് യുവാക്കളെ ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്. ഒരുപാട് യുവാക്കളെ ഇന്ന് രാവിലെ വരെ തന്റെ ഉപ്പയുമായി പ്രശ്നമുണ്ടായി പിണങ്ങിക്കൊണ്ട് നാട് വിട്ടുപോയി 3 ദിവസം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്ന യുവാവിനെ റെയിൽവേ സ്റ്റേഷനിൽ പോയി കൂട്ടാൻ പോയി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കി മണിക്കൂർ 20 മിനിറ്റോളം ഞാൻ അവനോട് പറഞ്ഞു, മോനെ നിന്റെ ഉപ്പാന്റെ മുഖത്ത് നോക്കി മാപ്പ് വാപ്പ എന്ന 2 വാക്ക്, 2 അക്ഷരം, അത് മതി നിന്റെ വാപ്പാന്റെ മനസ്സലിയാൻ, അത് മതി നിന്റെ ഉമ്മാന്റെ മനസ്സലിയാൻ. അത് നിനക്ക് ചെയ്യാൻ സാധിക്കോടാ, അത് നീ ചെയ്യോടാ എന്ന് മണിക്കൂർ 20 മിനിറ്റ് ചോദിച്ചിട്ടും ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ വാപ്പയുടെ മുഖത്ത് നോക്കി ആരടാ നീ എന്ന തരത്തിലുള്ള സംസാരമാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത്. 21ാം നൂറ്റാണ്ടിന്റെ യുവത്വത്തിന്റെ ശാപം. സഹോദരങ്ങളെ, അരുത്. എന്റെ ഹൃദയത്തെ ഇന്നേ ദിവസം ഒരുപാട് മതിച്ച ഒരു വിഷയമാണിത്, ഒരുപാട് അലട്ടിയ ഒരു വിഷയമാണിത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാനിത് പറയുന്നത്. ഉമ്മയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത്, വാപ്പയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത്. അതല്ലാതെ മറ്റൊന്നുമില്ല. അവരെ വെറുത്തുകൊണ്ട് ഒരു ജീവിതം ഇല്ല. അത് കരപ്പിടിക്കില്ല. വല്ലാഹി സത്യം, ഈ ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിക്കേണ്ടി വരും. മഞ്ചേരിയിൽ എനിക്കൊരാളെ അറിയാം. മഞ്ചേരിയിൽ ഒരു മനുഷ്യനെ എനിക്കറിയാം. ആ മനുഷ്യൻ ആളുകളുടെ മുന്നിൽ സ്റ്റാറ്റസോടുകൂടി ജീവിച്ചിരുന്ന വൈറ്റ് കോളർ ജീവനക്കാരനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ വീടിന്റെ പുറത്തുകൂടെ നടന്നു പോകുമ്പോ ഏങ്ങിയുള്ള ഒരു കരച്ചിലാണ് ഇന്ന് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുക. അതിന്റെ പിന്നിലൊരു കഥയുണ്ട്, അതിന്റെ പിന്നിലൊരു പശ്ചാത്തലുണ്ട്. എന്താണെന്നറിയോ? ഒരു ദിവസം ഈ മനുഷ്യന്റെ ഭാര്യ ഇയാളോട് പറഞ്ഞു, ഈ വീട്ടിലെ എനിക്ക് മാത്രം ഇരിക്കാൻ ഒരു ചെയർ വേണം. പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഓരോ സ്വഭാവമാണ്.
അല്ലെ? അങ്ങനെ ഓരോ സ്വഭാവമാണ് പെണ്ണുങ്ങൾക്ക്. വളരെ വിചിത്രമായ ആഗ്രഹങ്ങളൊക്കെ തോന്നും. അങ്ങനെ ഈ മനുഷ്യനോട് പറഞ്ഞു, എനിക്ക് മാത്രം ഇരിക്കാനുള്ള ഒരു ചെയർ വേണം, അതിൽ വേറെ ആരും ഇരിക്കാൻ പാടില്ല. അങ്ങനെ ആ ചെയർ വാങ്ങിച്ചു കൊടുത്തു. ഒരുപാട് കാലം കഴിഞ്ഞു ഉമ്മ അവിടെ ഇരിക്കാൻ തുടങ്ങി. ഉമ്മ ആ ചെയറിൽ ഇരിക്കാൻ തുടങ്ങി. ഇവൾക്കത് പിടിച്ചില്ല. ദിവസവും ഇയാൾ വരുമ്പോ പരാതി പറയാൻ തുടങ്ങി. അങ്ങനെ ഉമ്മാനോട് ഇയാൾക്ക് വെറുത്തു. ഉമ്മാനെ വേണ്ടാണ്ടായി, വെറുത്തു. ഉമ്മാനെ ചിന്തിക്കുമ്പോ തന്നെ അയാൾക്ക് ബ്ലഡ് പ്രഷർ കൂടും. അങ്ങനെ ഒരു ദിവസം ഈ മനുഷ്യൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഉമ്മ ആ ചെയറിൽ ഇങ്ങനെ ഇരിക്കുക. ഇയാൾ എന്താ ചെയ്താറിയോ? കാട്ടാടനെ പോലെ, കാട്ടുപന്നിയെ പോലെ, വിരളി പിടിച്ച കാട്ടുപന്നിയെ പോലെ വീടിന്റെ ഗ്രില്ല് തുറന്ന് അകത്തേക്ക് കയറി ആ ഉമ്മാന്റെ പള്ളക്ക് ചവിട്ടി. ഏതൊരു വയറ്റിലാണോ 10 മാസവും 9 മാസവും ചില്ലറ ദിവസവും അവൻ ചുരുണ്ടുകൂടി കിടന്നത്, ആ ഉമ്മാന്റെ വയറ്റിലേക്ക് കണ്ണിൽ ചോരയില്ലാതെ ഈ ശൈത്താൻ ചവിട്ടി. ഉമ്മ തെറിച്ചുകൂടൂ. അന്നേരം ആ ഉമ്മാന്റെ വായിൽ നിന്ന് ഒരു വാക്ക് വന്നു. എന്താന്നറിയോ? മോനെ, എന്തൊരു ശക്തിയാടാ നിന്റെ കാലിന്. ആ ഉമ്മ കരഞ്ഞുകൊണ്ട് അത് മാത്രമേ പറഞ്ഞുള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞ് ഉമ്മ മരിച്ചുപോയി. ആരോടും പരാതി പറഞ്ഞില്ല, ശപിച്ചില്ല. പക്ഷേ കുറച്ചു ദിവസം കഴിഞ്ഞ് ആ മനുഷ്യൻ നഖം വെട്ടുന്ന സമയത്ത് കുറച്ചൊന്ന് കയറ്റി വെട്ടി. പഴുത്തു, നീരായി, പഴുപ്പ് കൂടി, കാല് മുട്ടുവരെ മുറിച്ചു, തൊടവരെ മുറിച്ചു. പഴുപ്പ് ഡയഫ്രത്തിലേക്കും അവിടുന്ന് അങ്ങോട്ട് മുറിച്ചു മാറ്റാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് പടർന്നു. ഇന്ന് ആ മനുഷ്യൻ ആ പഴുപ്പിന്റെ ക്യാൻസറിന്റെ അതേ തരത്തിലുള്ള വേദനയുമായി തന്റെ ഭാര്യ ഉപേക്ഷിച്ചു പോയി. ഏതൊരു ഭാര്യക്ക് വേണ്ടിയാണോ തന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ സ്ഥലത്തേക്ക് ചവിട്ടിയത്, ആ ഭാര്യ തിരിച്ചുപോയി, ഉമ്മ മരിച്ചും പോയി. ഇവൻ ഇന്ന് ആ വീടിന്റെ അകത്തളങ്ങളിൽ ഒറ്റക്ക് കിടന്നുകൊണ്ട് കരയ. അള്ളാന്റെ ശിക്ഷ. ഈ ദുനിയാവിൽ നിന്ന് പടച്ച തമ്പുരാൻ അവരെ കാണിച്ചു കൊടുത്ത ശിക്ഷ. സഹോദരങ്ങളെ, ഉമ്മാന്റെ വില, കണ്ണിന്റെ വില നഷ്ടപ്പെട്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന്റെ മുന്നേ എന്റെ ഉമ്മ 3-4 തവണ എന്റെ ഫോണിലേക്ക് വിളിക്കും. ലോകത്ത് മറ്റൊരാൾ വിളിക്കില്ല. ലോകത്ത് മറ്റൊരാൾ എന്റെ ഫോണിലേക്ക് വിളിക്കില്ല. പക്ഷെ എന്റെ ഉമ്മ വിളിക്കും. ഓരോ ഭക്ഷണത്തിന്റെ നേരവും കോളേജിലാകുന്ന സമയത്ത് എന്റെ ഉമ്മ എന്നെ വിളിച്ച് ചോദിക്കും, മോനെ ചോറ് കഴിച്ചോ, ചായ കുടിച്ചോ, നാസ്ത കഴിച്ചോ, രാത്രി ഭക്ഷണം കഴിച്ചോ? എന്തേ ഞാൻ തിന്നിട്ടില്ലെങ്കിൽ എന്റെ ഉമ്മാന്റെ വയറ് നിറയില്ലേ? ഇല്ല. ഉമ്മ വിശന്നാലും എന്റെ വയറ് നിറഞ്ഞാലേ ഉമ്മാന്റെ മനസ്സ് നിറയുള്ളൂ. അതാണ് ഉമ്മ. ഞാനൊരു ആക്സിഡന്റായി ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ കിടന്നുപോയാൽ കിടക്കുന്ന കിടപ്പിൽ തന്നെ ഒക്കെ വിസർജിക്കുകയും കാഷ്ടിക്കുകയും മൂത്രിക്കുകയും തുപ്പുകയും ഛർദ്ദിക്കുകയൊക്കെ ചെയ്താൽ എന്റെ മുറിയിലേക്ക് ഈ ഭൂമി മലയാളത്തിന് മുകളിൽ 2 ആള് മാത്രമേ കടന്നു വരുള്ളൂ. ഈ ഭൂമി മലയാളത്തിൽ എന്റെ മുറിയിലേക്ക് അറപ്പും വെറുപ്പുമില്ലാതെ കടന്നു വരുന്ന 2 ആള്. അതിൽ ഒന്നാമത്തേത് എന്റെ ഉമ്മയാണ്, എന്റെ മാതാവാൻ. രണ്ടാമത്തേത് നല്ലവളാണെങ്കിൽ മാത്രം, അവിടെ നിബന്ധനയുണ്ട്, നല്ലവളാണെങ്കിൽ മാത്രം എന്റെ ഭാര്യയാണ്. ആലോചിച്ചു നോക്ക്. ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ച് ആ വാർത്ത എന്റെ കുടുംബത്തിലേക്ക് എത്തിയാൽ, അല്ലാഹ് എന്ന് പറഞ്ഞ് ആദ്യം നെഞ്ചത്ത് കൈവെക്കുക എന്റെ ഉമ്മയാ, എന്റെ കാമുകിയല്ല. സഹോദരങ്ങളെ, ആ ഉമ്മാന്റെ വില മനസ്സിലാക്കണം. ഇന്ന് രാത്രി വീട്ടിലേക്ക് തിരിച്ചുപോയി ഉമ്മയുമായി എന്തെങ്കിലും ഒരൊടക്കുണ്ടെങ്കിൽ, ഞാൻ സംസാരിക്കുന്നത് 20-നും 40-നും ഇടയിലുള്ള യുവാക്കളോടാണ്. 20-നും 40-നും ഇടയിലുള്ള യുവാക്കളോട്. അവരാണ് ഉമ്മയെ തീറ്റിക്കുന്നതിൽ ഏറ്റവും മുഖ്യ പങ്കാളികൾ. ഇന്ന് രാത്രി വീട്ടിലേക്ക് തിരിച്ചുപോയി കെട്ടിപ്പിടിച്ച് ഉമ്മാനോട് പറയണം, അതിനെന്താ നാണം? ചിലപ്പോ ഉമ്മ എന്താണ് നീ കളിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ, പക്ഷേ